നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു സദ്യയിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. സദ്യയിലേക്ക് മാത്രമല്ല, നമുക്ക് എളുപ്പത്തിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന വേറൊരു കറി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരു പൊട്ടറ്റോ ഇഷ്ടക്കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് കുക്കിംഗ് അറിയാത്തവർക്കായാലും ബാച്ചിലേഴ്സിനായാലും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്നൊരു സദ്യ വിഭവമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഉരുളക്കിഴങ്ങ് കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്നതൊക്കെ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് 2 ഇതുപോലത്തെ മീഡിയം സൈസിൽ വരുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില അങ്ങനെ അളവൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ്. സവാള ഇങ്ങനെ നീളത്തിൽ അരിയുമ്പോൾ നന്നായിട്ട് കനം കുറയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കറിയിൽ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ ഒരു 4 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. 4 എണ്ണം നടു കീറിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തിരുമ്പി കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു നല്ലൊരു മണം വരും. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്പിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും ഒരു അളവിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതിനുശേഷം ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലടിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളിവിടെ വിസിൽ വെക്കുന്നില്ല. ഇതിൽ നിന്ന് ആവി വന്നതിന് ശേഷമാണ് വിസിൽ വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് വേവണ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ള നാളികേരപ്പാൽ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് ചെറുകിയിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നാളികേരപ്പാൽ എടുക്കാനായിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി നമ്മളൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 7 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു 1/2 കപ്പ് നാളികേരപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് നാളികേരപ്പാലാട്ടോ നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ കുക്കറിൽ 2 വിസിലൊക്കെ അടിച്ചപ്പോൾ ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൽ ഫുൾ പ്രഷറൊക്കെ മാറിയതിന് ശേഷം കുക്കറൊന്ന് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇത്രത്തോളം വെള്ളമൊക്കെ ഉള്ളൂ. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട, ഒരു പകുതിയോളം എല്ലാ ഉരുളക്കിഴങ്ങും ഒന്ന് ഉടച്ച് എടുത്താൽ മതി. അപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുന്ന രീതിയിൽ ഉടച്ചെടുക്കരുത്. അത് അവിടെ ഇവിടെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ എടുക്കും വേണം. എന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഉടഞ്ഞിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സമയം തൊട്ട് ഈ കറി റെഡി ആവണ വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇനി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 കപ്പ് നാളികേരപ്പാൽ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം ഈ കറി കുറച്ച് ലൂസാണെന്ന് തോന്നിയെങ്കിലും ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടയായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അല്ലാതെ നന്നായിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളികേരപ്പാൽ പിരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം ഇതിൽ ഒഴിക്കാനായിട്ട്. ഇങ്ങനെ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ഏത് പാത്രത്തിൽ വെച്ചതെന്ന് വെച്ചാൽ ആ പാത്രം നന്നായിട്ട് തന്നെ അടച്ചു കൊടുക്കുക. അപ്പോൾ കുക്കർ ആയതുകൊണ്ട് നമ്മളിത് കുക്കർ അടച്ചു കൊടുത്തിട്ട് ഇനി ഇത് വിളമ്പണ സമയത്ത് മാത്രം തുറന്നെടുത്താൽ മതി.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് കറിയാണിത്. സദ്യയിലേക്കൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വലതു ഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഓലനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്, കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഉരുളൻകിഴങ്ങ് കറി ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈസി നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.